മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടോ അല്ലേ? ഞാൻ ദുബായിൽ കഴിഞ്ഞ ആഴ്ച പോയപ്പോ വിമൽ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരൻ എന്നോട് ചോദിച്ചു, ഉസ്താദേ നിങ്ങളെ പ്രസംഗത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായി, പക്ഷെ ഉസ്താദേ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് ആരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ട് ഉസ്താദേ അതിനെന്താ തെളിവ്? മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കും എന്നതിനും എന്താ ഉസ്താദേ തെളിവ്? അത് ഇവിടെയും ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ തിരിച്ചാ മോനോട് ചോദിച്ചു, വിമൽ വിമാനം കണ്ടിട്ടുണ്ടോ? വിമൽ പറഞ്ഞു അതെ സർ വിമാനം കണ്ടിട്ടുണ്ട്. മോനെ വിമാന ദുരന്തം കേട്ടിട്ടുണ്ടോ? അതെ സർ വിമാന ദുരന്തം കേട്ടിട്ടുണ്ട്. വിമൽ വിമാനം കത്തി നശിച്ചു ചാമ്പലായി, വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരും കത്തി നശിച്ച് ചാമ്പലായി. അതിനെന്താ സംഭവിച്ചത് എന്ന് വിവരിക്കാൻ പൈലറ്റില്ല, അതിലെ സേവകരില്ല, സെർവന്റില്ല, ആരുമില്ല. അതിലെ 300 യാത്രക്കാരും മരിച്ചു. ആ വിമാനം കത്തി നശിച്ച് തകർന്ന് ചാമ്പലായി. എന്നിട്ട് ഞാൻ വിമലിനോട് ചോദിച്ചു, വിമൽ അങ്ങനെയാണെങ്കിലും ആ ഫ്ലൈറ്റിൽ ഒരു സംഗതി അവശേഷിക്കും വിമൽ, അതെന്താണ്? വിമൽ ചാടിക്കയറി പറഞ്ഞു, സാർ അത് ബ്ലാക്ക് ബോക്സ് ആണ്. ഓഹോ, ബ്ലാക്ക് ബോക്സിന് നാശല്ലേ മോനെ? ബ്ലാക്ക് ബോക്സ് ഇതൊക്കെ രേഖപ്പെടുത്തൂല്ലേ മോനെ? ശരി മോനെ, മനുഷ്യൻ എന്ന ബുദ്ധിജീവിക്ക് ഒരു ഫ്ലൈറ്റ് എങ്ങനെ നശിച്ചാലും ബ്ലാക്ക് ബോക്സ് നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ മനുഷ്യൻ എന്ന മഹാബുദ്ധിജീവി സൃഷ്ടിച്ച പടച്ചോനെ മണ്ണോട് മണ്ണ് ചേർന്ന മനുഷ്യനെ സൃഷ്ടിക്കാൻ എന്തെങ്കിലും ഒന്ന് അവശേഷിപ്പിക്കാൻ കഴിയില്ലേ മോനെ? ആ കുട്ടി ഇരിപ്പിലിരുന്നിട്ട് ഒപ്പെണീച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. രണ്ടാമതായി ഞാൻ അവനോടൊരു ചോദ്യവും കൂടി ചോദിച്ചു, അതെന്താ? അതെ, ഞാനൊരു കഥയായിട്ട് പറഞ്ഞു കൊടുത്തവനെ. അമ്മ പ്രസവിച്ച് 10 വയസ്സായ ഒരു കുട്ടി. എത്ര വയസ്സായ കുട്ടി? 10 വയസ്സായ കുട്ടി. ആ 10 വർഷത്തിന് ശേഷം അമ്മ ഗർഭിണിയാകുകയാണ്. അപ്പൊ അവനൊരു അനിയൻ ഉണ്ടാകാൻ പോവുകയാണ്. ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ 8 മാസം പ്രായമായ ഒരു കുട്ടി വളരെയാണ്, അമ്മയുടെ ഗർഭപാത്രത്തിൽ. അപ്പൊ 10 വയസ്സുള്ള കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ ചെന്നിട്ട് അവനോട് പറയാനുണ്ട്, എന്താ പറയണേ? അതായത് അവന്റെ ജ്യേഷ്ഠൻ ഭൂമിയിൽ വന്നിട്ട് 10 കൊല്ലേ, മാതാവിന്റെ ഗർഭപാത്രത്തിൽ ചെന്നിട്ട് അനിയനോട് പറയണം, അനിയ 2 മാസം കൂടി കഴിഞ്ഞാൽ നീ ഭൂമി ലോകത്തേക്കാണ് വരുന്നത്. വിശാലമായ ഭൂമി, സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ ചലിക്കുന്ന ഭൂമി, സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന സൂര്യൻ, 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യൻ, അതിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളുള്ള ആകാശം, കാട്ടാറുകൾ, കാനനങ്ങൾ, ഗർജിക്കുന്ന സിംഹങ്ങളൊക്കെ ഉള്ള വിശാലമായ ഒരു ലോകം. ഇത്തിരിപ്പോന്ന ഗർഭപാത്രത്തിൽ നിന്ന് ഒത്തിരിപ്പോന്ന വിശാല ലോകത്തേക്ക് എന്റെ അനിയ 2 മാസം കഴിഞ്ഞാൽ നീ ചെല്ലും. അപ്പൊ അനിയൻ 8 മാസം പ്രായമായ ഗർഭപാത്രത്തിന് ഒറ്റ ചിരി. എന്തിനാ ചിരിച്ചേ? 10 വയസ്സായ ഏട്ടനോട് ചോദിക്കുകയാണ് ഒറ്റ ചോദ്യം. എന്താ ചോദ്യം അറിയോ? ഞാൻ 8 മാസമായിട്ട് ഈ ഗർഭപാത്രത്തിലെ പൊക്കിൾ കൊടി കിടന്ന് ഇങ്ങനെ കറങ്ങാം. ഈ ലോകമില്ലാത്തൊരു ലോകം 8 മാസത്തിനുള്ളിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ ഒരാളും വന്നിട്ട് അങ്ങനെ ഒരു ലോകമുണ്ട് നിന്നോടൊട്ടാരും പറഞ്ഞിട്ടില്ല. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തുവിട്ട ഒരാൾ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് അറിയിച്ചാലല്ലേ വിശ്വസിക്കാൻ പറ്റൂ എന്ന് ഈ 8 മാസം പ്രായമായ കുട്ടി എന്ന യുക്തിവാദി മതവിശ്വാസിയായ ഏട്ടനോട് ചോദിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിഷേധിച്ചാലും ഇല്ലെങ്കിലും 2 മാസം കഴിഞ്ഞാൽ ഭൂമി ലോകത്തേക്ക് ഈ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ജന്മം പുറത്തേക്ക് വരുമോ? വരും. ഏട്ടൻ പറഞ്ഞ എല്ലാ കാര്യവും അവന് ബോധ്യപ്പെടൂലേ? ബോധ്യപ്പെടും. ഏട്ടൻ പറഞ്ഞാണോ ശരി? നിഷേധിച്ച അനുജനാണോ ശരി? പറഞ്ഞോളി, നിഷേധിച്ച അനുജനാണോ ശരി? വിമല് കസാലം വന്ന് ഒന്നുകൂടി താഴെ തെരഞ്ഞിരുന്നു. അടുത്ത ചോദ്യം എന്താ അറിയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒന്നുമില്ലായ്മയിൽ ഇവിടെ നോക്കേ, ആ ഇന്ദ്രിയം തന്നെ സംഗതി ഉണ്ടല്ലോ, അതിങ്ങനെ വെറുതെ വെച്ച് ഇങ്ങനെ ഒന്നാക്കി ഒരു പാശ അയിമെന്നാ മമ്മൂട്ടി മോഹൻലാലും ഉണ്ടായത്, കാവ്യാമാധവനും അശോക സിംഗാളും ഒക്കെ ഉണ്ടായത് ആ പശയമെന്നാ. ഈ പശയമെന്ന് മനുഷ്യൻ ഉണ്ടാക്കിയ പടച്ചോനെ ഇസ്ലാം പറയണെന്നറിയോ? ഇതാ നോക്ക്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണ നട്ടല്ലി അറിയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എല്ലാവർക്കും അത് ഉണ്ടാവില്ല, ഉണ്ട്, പക്ഷെ നട്ടലിന്റെ ഒരു ഉപകാരം ഉണ്ടാവില്ല. ഈ നട്ടലിന്റെ അവസാന ഭാഗം ഉണ്ടല്ലോ, അതിന് അജബുദ്ദനബ് എന്നാ പറയാ, വാലറ്റം. അത് ബ്ലാക്ക് ബോക്സ് ആണ്, ശരീരത്തിന്റെ ബ്ലാക്ക് ബോക്സ്. അത് കത്തിച്ചാലും ഇതയിൽ വെച്ചാലും ആ കോശം ഒരിക്കലും നശിപ്പിക്കാൻ കഴിയില്ല, അത് മണ്ണിലുണ്ടാവും. എന്നിട്ട് ഖുർആൻ ഒരു ചോദ്യം, മോനെ ക്രിക്കറ്റ് കളിക്കുന്ന പിച്ച് കണ്ടിട്ടുണ്ടോ? ഫുട്ബോൾ ഗ്രൗണ്ട് കണ്ടിട്ടുണ്ടോ? വോളിബോൾ ഗ്രൗണ്ട് കണ്ടിട്ടുണ്ടോ? ഖുർആന്റെ ചോദ്യ, ഉണങ്ങി വരേണ്ട പിച്ച്, അതിൽ എന്തെങ്കിലും ഒരു ചെടി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ചെടി നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ മോനെ ഒരു മഴ പെയ്താൽ അതിന് ചെടി ഇങ്ങനെ മുളക്കുന്നത് കണ്ടിട്ടുണ്ടോ? ബൽദതൻ മൈതൻ കദാലികൽ ഖുറൂജ്, അങ്ങനെ നിങ്ങളെ മുളപ്പിച്ച് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടോ?
42 കൊല്ലം മുമ്പ് ഞാനില്ലെങ്കിലേ ഇപ്പൊ ഞാനുണ്ടെങ്കിലേ എന്നെ മരിച്ച കൊണ്ട് ഉയർത്തെന്നിപ്പിക്കാൻ ആ ശക്തിക്ക് കഴിയില്ല എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഇങ്ങനൊരു ജന്മം ഇവിടെ ഉണ്ടല്ലോ, നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇതുകൊണ്ട് നമ്മളെ മരിപ്പിച്ചതിനേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കില്ല എന്ന് പറയാനാണോ തെളിവ്? ഇനി മറ്റൊരു പോയിന്റ് കൂടെ പറയാം. അതുകൂടി ഞാൻ വിമലിന് പറഞ്ഞപ്പോൾ വിമലിന് മനസ്സിലായി. വിമൽ, നിന്റെ കൂടെ പഠിച്ചൊരു വിദ്യാർത്ഥിയെ കുറിച്ച് വിമൽ, നിന്റെ കൂടെയാണ് അവൻ 1ാം ക്ലാസ് മുതൽ പഠിച്ചത്. വിമൽ, ആ 1ാം ക്ലാസ് മുതൽ പഠിച്ച കുട്ടി ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. നിന്റെ ക്ലാസ്മേറ്റ് നിന്റെ കൂടെ ഡിഗ്രി വരെ പഠിച്ചിട്ടും ഒരു കളവും പറഞ്ഞാൽ നിനക്ക് ഒരു രേഖയില്ല. അതുപോലെ വിമൽ, ആ കുട്ടിയുടെ അമ്മയും അച്ഛനും പറയുന്നു ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. ആ കുട്ടിയോട് ശത്രുതയുള്ളവർ പോലും പറയുന്നു ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല. മാതാപിതാക്കളും നാടും നഗരവും ശത്രുക്കളും ജനിച്ച നാട്ടുകാരും അബൂജഹൽ പോലും പറയുന്നു മുഹമ്മദ് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല. ആ മുഹമ്മദാ പറയുന്നു നരകവും സ്വർഗവും ഉണ്ട് കേട്ടോ. ഇനി നരക സ്വർഗങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ സങ്കല്പം എന്താ? ഈ ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകം എന്താ? പ്രാപ്തി സ്വർഗം ജിതോവാ മോക്ഷത്തെ മഹീം തസ്മാ ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അർജുനൻ മാറിയുന്നു, ഞാൻ യുദ്ധം ചെയ്യില്ല. സ്വജനങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യില്ല. ആരോട് ചെയ്യില്ല? സ്വജനങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യില്ല. ഭീഷ്മാചാര്യർ കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ അവരോടൊന്നും ഞാൻ യുദ്ധം ചെയ്യില്ല. അങ്ങനെ മാറിക്കാനാര്? അർജുനൻ. ആ സമയത്ത് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നതറിയോ? ഭഗവത്ഗീത 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകം, അധോവ പ്രാപ്തി സ്വർഗം. ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സ്വർഗം കിട്ടും. പന്നിയായി, നായയായി, ചണ്ടാലനായി, ബ്രാഹ്മണനായി ജനിക്കുന്നല്ല. അത് പിൽക്കാലത്ത് ഉണ്ടാക്കിയ. ഇത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നുള്ളത് സവർണര് പിൽക്കാലത്ത് ഉണ്ടാക്കിയാണ്. കാരണം ബ്രാഹ്മണർക്ക് പാദസേവ ചെയ്യാൻ. ഇത് ഞാൻ വെറുതെ പറയല്ല. രാഹുൽ സാങ്കൃത്യായൻ പുറം 552 ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫി 93-ാമത്തെ പേജ്. അതിൽ പറയുന്നതറിയോ? പുനർജന്മ സിദ്ധാന്തം വേദത്തിൻ്റെതല്ല, അത് സവർണ മേധാവിക്ക് അടിച്ചേൽപ്പിച്ചതാ. ചതുർവർണ്ണ്യം മയസൃഷ്ടം ഗുണകർമ്മ വിഭാഗശേ സതിഹരമണീയാം ശരണേ അഭ്യാസേ ഹയതേ രമണീയാം യോനി അബദ്യോരൻ ബ്രാഹ്മണ യോനി വസുകര യോനി എന്നുള്ളത് ആരുണ്ടാക്കിയാണ്? ബ്രാഹ്മണ മേധാവികൾ ഉണ്ടാക്കിയാണ്. മനുസ്മൃതിയുടെ 1-ാം അധ്യായം 100-ാമത്തെ സൂക്തം എന്താ പറയണേ? ബ്രാഹ്മണനാണ് ശൂദ്രനേക്കാൾ ശ്രേഷ്ഠത. അതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നത്. അതിന്റെ പേരിൽ എന്തൊക്കെ നമ്മുടെ നാടുകളിൽ നടക്കും. ഇതൊന്നും ദൈവം പഠിപ്പിച്ചല്ല. ഇനി ഞാൻ ഇതിലൊക്കെ വളരെ ഗൗരവമായി ചിന്തിച്ചൊരു പോയിന്റ് ഉണ്ട്. വളരെ ഗൗരവമായി എന്റെ മനസ്സിൽ ഹെഡ് ചെയ്തൊരു പോയിന്റാണ് നിങ്ങളോട് പറയുന്നത്. പന്നിയായി, ചണ്ടാലനായൊക്കെ ജനിക്കുന്നു പറയണ്ടല്ലോ. ഞാൻ ആത്മാർത്ഥമായിട്ട് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട് ചോദിക്കും, നിങ്ങൾ ഇന്നൊന്നും പഠിപ്പിച്ചു തരുമോ? അതെങ്ങനെയാണ്? പന്നിയായി ജനിക്കും, നായയായൊക്കെ ജനിക്കുന്നു മുൻജന്മത്തിൽ തിന്മ ചെയ്താൽ. ഇനി ഞാൻ പറയുന്നത് തമാശയായിട്ട് നിങ്ങൾ എടുക്കരുത്, കുറച്ച് ഗൗരവമായിട്ട് എടുക്കണം. സാധാരണഗതിയിൽ ഹൈവേയിൽ നമ്മൾ 2 വീലർ ഹെൽമെറ്റ് ഇടാതെ പോകുമ്പോൾ, വണ്ടി ബെൽറ്റ് ഇടാതെ പോകുമ്പോൾ മറ്റേ കാറുകാരൻ 2 വീലറിന് എന്ത് പറയും? ലൈറ്റ് ഇട്ട് കാണിച്ചു തരും. ട്രാഫിക് ഉണ്ട്, പോലീസ് ഉണ്ട്, വളവിൽ ശ്രദ്ധിച്ചോ. സത്യല്ലേ? അല്ലെ? അങ്ങനെ അനുഭവിച്ചില്ല എല്ലാവരും? അതൊരു സ്നേഹല്ലേ, ഒരു വർഗ സ്നേഹം. ചെങ്ങായി ഹെൽമെറ്റ് ഇല്ലെങ്കിൽ അപ്പുറത്തെ കണ്ടത്ത് കൂടെ ഉള്ള റൂട്ട് കയറി അപ്പുറത്ത് പോയി ചാടിക്കോ, പോലീസ് അപ്പുറത്തുണ്ട് എന്നാണല്ലോ പറഞ്ഞതിന്റെ ചുരുക്കോ ആണല്ലോ. അതെന്തുകൊണ്ടാ? അതൊരു സ്നേഹമാണല്ലോ. ഓൻ പോലീസുകാരെ കയ്യിൽപ്പെട്ട് 500 രൂപ പോകാതിരിക്കാനുള്ള ഒരു സ്നേഹമല്ലേ അത്? ആണല്ലോ, സ്വന്തം വിഭാഗത്തോട്. ഈ പോയിന്റ് ഒരിക്കലും മറക്കരുത്. ഇനി ഞാൻ പറയുന്നത് ചിരിക്കണ്ട, കുറച്ച് ഗൗരവപ്പെട്ടാണ് ചിന്തിക്കേണ്ട പോയിന്റാണ്. ഇപ്പോ കഴിഞ്ഞ ജന്മത്ത് തിന്മ ചെയ്തിട്ട് പന്നിയായും നായയായി പോയ കുറെ ആൾക്കാർ ഇപ്പൊ അതിൽ പോകുന്നുണ്ടല്ലോ. പന്നികളും നായ്ക്കണം കുറെ ആൾ പോകണ്ട. കഴിഞ്ഞ ജന്മത്തിൽ ബാലേന്ദ്രന്റെ മോനായിരുന്നു. അപ്പൊ ഈ ജന്മത്തിൽ തിന്മ ചെയ്യുന്നവനോട് ഈ നായും പന്നി എന്ത് പറയണോ? ബാലേന്ദ്ര, കഴിഞ്ഞ ജന്മത്തിൽ സുമതി ചേച്ചിന്റെ മോ മാധവനായി ഞാന് തോന്നിയാസം ചെയ്തിട്ട് ഈ ജന്മത്ത് പന്നിയായി പോയതാ. അതുകൊണ്ട് ഈ തോന്നിയാസം ചെയ്യല്ല, അടുത്ത ജന്മത്ത് പന്നിയായി പോകും എന്നേതെങ്കിലും ഒരു നായോ പന്നിയോ മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ ഏതെങ്കിലും ഒരു നായോ പന്നിയോ കഴിഞ്ഞ ജന്മത്തിലെ പാപം ചെയ്താണ് തെളിയിക്കാൻ എന്തെങ്കിലും രേഖ ഉണ്ടോ? മനുഷ്യനായിട്ട് തന്നെ ദൈവസന്നിധിയിൽ വരും. അവിടെ ഓരോരുത്തർ ചെയ്ത അതാര് ചെയ്താലും അവരത് അവിടെ ബോധ്യപ്പെടുത്തുന്ന ഒരു രംഗം വരും. ഇസ്ലാം പറയണെന്നറിയോ? മഹാത്മാഗാന്ധിയായിട്ട് തന്നെ പരലോകത്ത് വരും. കൊന്ന ഗോഡ്സെയായിട്ട് തന്നെ വരും. കാർൽ മാക്സും മുഹമ്മദ് നബിയും വരും അവിടെ. എല്ലാരും വരും അവിടെ ദൈവസന്നിധിയിൽ. അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. മനുഷ്യനെ സൃഷ്ടിച്ചത് പ്രപഞ്ചത്തിന്റെ നാഥനാണെങ്കിൽ, മനുഷ്യനാണ് ലോകത്തിന്റെ കേന്ദ്രബിന്ദുവെങ്കിൽ, മനുഷ്യനോട് ഖുർആൻ
കൃത്യമായി ശുദ്ധമായ ഏകദൈവാരാധന സംസാരിച്ചു. അതിന് മാത്രമല്ല, ലോകത്ത് ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ചത് ഇസ്ലാമിക ഭരണകൂടമാണ് ലോകത്ത് പ്രവാചകന്റെ കാലത്ത്. അതിനവർക്ക് സാധിച്ചത് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കളവ് നടത്താൻ പാടില്ല. കെജ്രിവാൾ പോലും പറഞ്ഞെന്തറിയോ, ഉമറിന്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഈ നാട്ടിൽ നടപ്പാക്കാൻ. അങ്ങനെ ഒരു ഭരണം ലോകത്തുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ അക്കാലത്തെ ഭരണം ഏറ്റവും ബെറ്ററായ ഭരണമായിരുന്നു. നരകവും സ്വർഗവും പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സമൂഹത്തെ ഉണ്ടാക്കി. നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പറഞ്ഞിട്ടാണ് ഇന്നും മുസ്ലിങ്ങളിൽ നല്ല മനുഷ്യരായി ജീവിക്കുന്നവർ നല്ലവരായിട്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഖുർആനിനെ സംബന്ധിച്ച് പഠിക്കണം, സുന്നത്തിനെ സംബന്ധിച്ച് പഠിക്കണം, പ്രവാചകനെ സംബന്ധിച്ച് പഠിക്കണം. വിമർശനങ്ങളെ സ്നേഹത്തോടുകൂടി നമ്മൾ എതിരേൽക്കണം.